ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് മനിശ്ശേരി മലയിലെ നികിത ബ്രഹ്മദത്തൻ എന്ന പേരിൽ പൂജാരിയിൽ നിന്ന് 70 ലക്ഷത്തോളം രൂപ തട്ടിയ മുബീന മുഹമ്മദിന്റെ വലയിൽ കൂടുതൽ പേർ കുടുങ്ങിയെന്ന് സൂചന. 35-കാരി തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ വിവരം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി പേരാണ് അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുന്നത്. ആൾമാറാട്ട തട്ടിപ്പ് പരാതികളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 35 വയസ്സ് പ്രായം, 9ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത, മണ്ണാർക്കാട് പയ്യനടത്തെ മുസ്ലിം കുടുംബത്തിൽ ജനനം, യഥാർത്ഥ പേര് മുബീന മുഹമ്മദ്. ജീവിത പങ്കാളി ഇതേ കേസിൽ പിടിയിലായ 2ാം പ്രതി ശ്യാം സന്തോഷ്. സ്വയം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ എന്ന്. ഇതൊരു തുടക്കമായിരുന്നു. കേരളത്തിൽ അങ്ങിങ്ങോളം അരങ്ങേറിയ വൻ ആൾമാറാട്ട തട്ടിപ്പിന്റെ തുടക്കം. പാലക്കാട് കാവിൽപ്പാട് നാഗയക്ഷിക്കാവിൽ പൂജകൾക്കും ദർശനത്തിനുമായി സ്ഥിരമായി എത്തുന്ന ഭക്ത വഴിപാടായും സംഭാവനയായും നൽകുക ലക്ഷങ്ങൾ. മനിശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞാണ് പരാതിക്കാരനായ ക്ഷേത്രപൂജാരിയെ പരിചയപ്പെട്ടത്. കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ ആണവകാശികളില്ലാത്തതിനാൽ താങ്കളെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. ഇക്കാര്യം മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു. ഇതോടെ പൂജാരിയും ഡോക്ടറും തമ്മിലെ 1 വർഷം നീണ്ട സൗഹൃദത്തിന് തുടക്കമിട്ടു. സംസാരിക്കാനും ഒപ്പമിരിക്കാനും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വിളിച്ചു വരുത്തും. സ്റ്റെതസ്കോപ്പ് കഴുത്തിലണിഞ്ഞ് ഡോക്ടറായി അഭിനയം. പലതവണ ഡോക്ടറുടെ വേഷവുമായി ആശുപത്രിക്കകത്തു നിന്നും പുറത്തുനിന്നും കണ്ടതോടെ പരാതിക്കാരൻ എല്ലാം വിശ്വസിച്ചു. ഞാൻ അമ്പലത്തില് പൂജ ചെയ്യുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മളോട് വരുമ്പോ തന്നെ ഇങ്ങനെ ഡോക്ടറാണ്, ഇങ്ങനെയാണ് എല്ലാം, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു വിത്ത് എല്ലാം. ഇവര് ഡോക്ടറാണ്, ഇവർ അങ്ങനെ സംസാരിക്കും. ഇവരിൽ ഫയൽ ഉണ്ട്. പിന്നെ ഇവര് കൂടെ വന്ന ആൾക്കാരൊക്കെ വെൽ പ്രൊഫഷണൽ ആൾക്കാരാണ്. കോട്ടും സൂട്ടും ലാപ്ടോപ്പുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതുപോലെ മോർച്ചറിന്ന് വരുമ്പോ ഇന്നത്തെ കേസ് മറ്റേ തീപ്പുള്ളിയ കേസായിരുന്നേ. അതെങ്ങനെ ചെയ്യുമ്പോഴേ ഇത് ശരിക്കും ഒരു ചെയ്ത വ്യക്തിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നും ഇവരുടെ പ്രശ്നങ്ങളും കരച്ചിലാണ്. എന്റെ സ്വത്തും തീയും എന്റെ മുതലും തീയും നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങാൻ നമ്മളെ മാക്സിമം പ്രഷറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്രയും സ്വത്തും കാര്യങ്ങൾ നോക്കി നടത്താൻ ആളില്ല, എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ ഭർത്താവ് ഇങ്ങനെയാണ്. ഇതിനിടയിൽ താൻ നിർമ്മിക്കാൻ പോകുന്ന IVF ആശുപത്രിയുടെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 70 ലക്ഷത്തോളം രൂപ പൂജാരിയിൽ നിന്നും പല തവണകളായി കൈപ്പറ്റി. 2023 തട്ടിപ്പിനിരയായ പാലക്കാട്ടെ പൂജാരി സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ പങ്കാളിയെ ആദ്യം അറസ്റ്റ് ചെയ്തു. 2 വർഷം നീണ്ട തിരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ഷോപ്പിംഗ് മാളിൽ നിന്നും മുബീന പിടിയിലാകുന്നത്. വിവിധ ജില്ലകളിൽ പല പേരുകളിൽ പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. പാലക്കാടിന് പുറമെ ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും യുവതിയുടെ പേരിൽ നിരവധി തട്ടിപ്പു കേസുകളുണ്ട്. പരിചയപ്പെടുന്നവരോട് പണം ചോദിച്ചു വാങ്ങും, ആദ്യം തിരിച്ചു നൽകും. വിശ്വാസം ആർജിച്ച ശേഷം കൂടുതൽ തുക വാങ്ങിയെടുത്ത് മുങ്ങുന്നതാണ് രീതി.